ലോകത്ത് നമ്മുടേതായ എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ട് പോകും. അത് കുട്ടികളും സ്വത്തും കാറും വീടും ഒന്നുമല്ല. അതല്ലാതെ തന്നെ നമ്മുടേതായ എന്തെങ്കിലും സംഭാവന, നന്മയുടെ എല്ലാ പ്രവൃത്തികളും ബാക്കി നിൽക്കും. ഈ ബാങ്കുകൾ അവരുടെ ബാലൻസ് ഷീറ്റ് എല്ലാ കൊല്ലവും പ്രസിദ്ധപ്പെടുത്തും. ഈ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ പറയും ഇങ്ങനെ ഇത്ര രൂപ ആസ്തി, ഇത്ര രൂപ നഷ്ടം, കടം എന്നൊക്കെ ഇങ്ങനെ പറയും. അതേപോലെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോൾ ആളുകൾ പറയും. അപ്പോഴായിരിക്കും മനസ്സിലാക്കുക, നമ്മൾ വീട്ടിലുള്ളവർ കരുതുന്നത് പോലെ അല്ല ഈ മനുഷ്യനെ മറ്റുള്ളവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നാം ലോകത്തിന് എന്തു കൊടുത്തു, സമൂഹത്തിന് എന്തു കൊടുത്തു, സ്നേഹം കൊടുത്തുവോ, അതുപോലെ നന്മ കൊടുത്തുവോ എന്ന് മാത്രമേ മറ്റുള്ളവർ നോക്കുകയുള്ളൂ. അങ്ങനെ നന്മ കൊടുക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്തവരെ ഒരിക്കലും കാലം മറക്കുന്നില്ല. അതുപോലെ തന്നെ രചനകൾ, ഓരോരുത്തരുടെയും രചനകൾ. നമ്മൾ തുഞ്ചത്ത് എഴുത്തച്ഛനെ കണ്ടിട്ടില്ല, മോയിൻകുട്ടി വൈദ്യരെ കണ്ടിട്ടില്ല, പൂന്താനത്തെ കണ്ടിട്ടില്ല, ഷേക്സ്പിയറെ കണ്ടിട്ടില്ല. പക്ഷേ ഇവരുടെയൊക്കെ കൃതികൾ നമ്മുടെ മുന്നിലുണ്ട്. അവർ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി അവരുടെ രചനകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ രചനയിലൂടെ അവർ ഇപ്പോഴും നമ്മളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാലശേഷവും എന്തെങ്കിലും ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോവുക, ഇങ്ങനെ ജീവിച്ചിരുന്നുവെന്ന്. അങ്ങനെ ഉള്ളൊരു മോഹം കൊണ്ടാണ് ഡെസ്കിൽ കുട്ടികൾ എഴുതുന്നത്. രവികുമാർ എന്നാണ് പേരെങ്കിൽ RK എന്ന് കൊത്തിവെക്കും. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അവിടെ RK എന്ന് കൊത്തിവെക്കും. ബെഞ്ചിൽ എങ്ങനെ എഴുതുന്നത്, ഡെസ്കിൽ എങ്ങനെ എഴുതുന്നതൊന്നും നല്ല കാര്യമല്ല, പക്ഷേ എഴുതി വയ്ക്കും. ജയിലിൽ പോലും എഴുതി വയ്ക്കും. ഞാൻ ഈ സർക്കാർ ജോലിയിലായിരുന്നപ്പോൾ നമ്മുടെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജയിലിൽ കിടന്നിട്ടുണ്ട് കുറച്ചു കാലം. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കോളേജ് അധ്യാപക സമരം 37-ാം ദിവസം എന്നെഴുതി വെച്ചിരിക്കുകയാണ്. ഈ ജയിലിൻ്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് ജയിൽ പുള്ളികളല്ലാതെ വേറെ വല്ലവരും കാണുമോ? പക്ഷേ എങ്കിലും അത് എഴുതി വെക്കാതെ നിവൃത്തിയില്ല മനുഷ്യന്. ഞാൻ ഇവിടെ ഈ ജയിലിൽ കുറച്ചു കാലമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തിനു വന്നു എന്ന് എനിക്കിവിടെ എഴുതി വെച്ചേ പറ്റൂ. അത് പിന്നീട് വരുന്ന ജയിൽ പുള്ളികളാണെങ്കിൽ ജയിൽ പുള്ളികൾ, അവർ കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കോളേജ് അധ്യാപക സമരം 37-ാം ദിവസം എന്ന് അവിടെ എഴുതി വെക്കുന്നത്. അത് എഴുതാതെ നിവൃത്തിയില്ല. എഴുതാൻ അവർക്ക് പേന കൊടുത്തിട്ടില്ല. ഈ ചുമരിൽ പേന കൊണ്ട് എഴുതാൻ പറ്റുകയില്ല. കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന കല്ലുകൾ കൊണ്ടുവന്ന് എത്രയോ ദിവസം ഇരുന്ന് പരിശ്രമിച്ചാണ് ഈ എഴുത്ത് അവർ നിർവഹിക്കുന്നത്. എന്നാലും ആ കഷ്ടപ്പാടുകൾ സഹിച്ച് മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ളത് ആവിഷ്കരിച്ചിട്ട് തന്നെ